ഇന്ന് ഒരു കുനാഫയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഷുഗർ സിറപ്പാണ് കേട്ടോ ആദ്യം തയ്യാറാക്കിയത്. 1 കപ്പ് പഞ്ചസാരയിൽ അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു ഏലക്കയും കൂടിയിട്ട് വെള്ളം അതൊന്ന് സിറപ്പാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫില്ലിങ്സിനായിട്ട് ഞാൻ ക്രീം ചീസാണ് കേട്ടോ എടുത്തത്. ക്രീം ചീസ് നല്ല ടേസ്റ്റാണ് എൻ്റെ ഫില്ലിങ്സ് ആയിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ ക്രീം ചീസ് അതിലല്പം പാലും മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ച് ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലോട്ട് ചീസ് സ്ലൈസ് ഇട്ടിട്ടുണ്ടായിരുന്നേ. മോസറല്ല ചീസാണ് നല്ലത്. പിന്നെ നമുക്കൊരല്പം കോൺഫ്ലവറോ മൈദാമാവോ ഉണ്ടെങ്കിൽ അതൊന്ന് പാലിൽ മിക്സ് ചെയ്ത് ഇതിലോട്ട് ഒഴിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഗോതമ്പ് മാവാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അതുകൂടി ഇട്ട് ഒന്ന് കുറുക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുനാഫ ഡോയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 500 ഗ്രാം കുനാഫ ഡോയ്ക്ക് 500 രൂപയാണ് റേറ്റ്. ഞാനിത് കുന്നൂർ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത്. അതിൽ നിന്ന് ഞാൻ ചെറുതായിട്ട് അതിനൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് ബട്ടർ കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് എയർ ഫ്രയറിലാണ് തയ്യാറാക്കുന്നത്. എയർ ഫ്രയറിൽ കേക്കിൻ്റെ ആ സെറ്റിങ്സാണ് കേട്ടോ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം എയർ ഫ്രയറിൽ വയ്ക്കുന്ന ഒരു ട്രേ കിട്ടും. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഞാൻ ബട്ടർ പേപ്പറിലാണ് ചെയ്തിരിക്കുന്നത്. ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുനാഫ ഡോ ഇട്ട് അതിൻ്റെ ഇടയ്ക്ക് ഫില്ലിങ്സ് വെച്ചതിന് ശേഷം വീണ്ടും കുനാഫ ഡോ കൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കുനാഫ ഡോ വെച്ച് ചെയ്യാൻ ശ്രമിക്കുക. സേമിയ വെച്ചൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. ഇതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചീസിന് മോസറല്ല ചീസാണ് നമ്മൾ ഫില്ലിങ്സ് ആയിട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ആ ചീസ് ഇങ്ങനെ നമുക്ക് വലിഞ്ഞ് വരുന്നത് വരെ കിട്ടും. ഇതിപ്പം അങ്ങനെയല്ല, ഞാൻ മറ്റേ ചീസ് ആയതുകൊണ്ട് അങ്ങനെ വരുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷുഗർ സിറപ്പ് കൂടെ ചേർത്ത് കഴിക്കാവുന്നതാണ്. ഫ്രിഡ്ജിലൊന്ന് വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് എടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഇതാവുമായിരുന്നു. പക്ഷേ അതിനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. മണമൊക്കെ കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അല്പം പിസ്തയും കൂടെ ഉണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറുതായിട്ട് നുറുക്കിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കിട്ടുമെങ്കിൽ ഈ കുനാഫ ഡോ വെച്ച് തന്നെ ചെയ്യണം, സിമ്പിളായിട്ട് ചെയ്യാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.